മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ വെർസറ്റാലിറ്റി എല്ലാ ജനങ്ങളിലേക്കും എത്തുന്നത് ഒരു 86 കാലഘട്ടം തൊട്ടാണ്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ കോമഡി, രാജാവിൻ്റെ മകൻ ആക്ഷൻ ഹീറോ സൂപ്പർ സ്റ്റാർഡും, അതിനൊപ്പം വന്ന നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, റൊമാൻറ്റിക് ഹീറോ സ്റ്റാൻഡ് ഔട്ടാണ്. റൊമാൻറ്റിക് ഹീറോ എന്ന് പറയുമ്പോൾ ഒരു ചോക്ലേറ്റ് ഹീറോ അല്ല, നമ്മൾ അതിന് മുമ്പോ അതിന് ശേഷമോ കണ്ട രീതിയിലുള്ള ഒരു ചോക്ലേറ്റ് ഹീറോ കഥാപാത്രമേ അല്ല സോളമൻ എന്ന് പറയുന്നത്. പത്മനാഭൻ സാറിൻ്റെ ബ്രില്യൻ കാസ്റ്റിംഗ്. എനിക്ക് എന്നും അദ്ദേഹത്തിൻ്റെ കാസ്റ്റിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നോ രണ്ടോ സീനിൽ വന്നു പോകുന്നവരാണെങ്കിൽ പോലും ഇത് ഇപ്പം നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിലകൻ്റെ പോൾ പൈലോക്കാരൻ, അത് തിലകനല്ലാതെ മറ്റൊരാൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ വ്യക്തിപരമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഷാരി എന്ന് പറയുന്ന നടിയുടെ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട സിനിമ നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകളാണ്. അതിലെ ഷാരിയാണ് പെർഫെക്റ്റ് സോഫിയ എന്ന് പറയുന്നൊരു കഥാപാത്രം. ഇതിനു മുമ്പ് ലാലേട്ടൻ പത്മനാഭൻ സാറിൻ്റെ ദേശാടന കിളി കരാറുള്ള എന്ന് പറയുന്ന ചിത്രം ഗംഭീരമായ സിനിമയായിരുന്നു. അന്നത്തെ കാലത്ത് ഇപ്പോൾ എന്നും നമ്മൾ പത്മനാഭൻ സാറിനെ കുറിച്ച് പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമകളാണെന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഒരു ഉദാഹരണമാണ് ദേശാടന കിളി കരാർ. ഇന്നൊക്കെ ആയിരുന്നെങ്കിൽ അത് എണീറ്റ് നിന്ന് ഓഡിയൻസ് കൈയടിച്ച് സ്വീകരിച്ചേനെ ആ സിനിമയൊക്കെ. നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകളിലേക്ക് വന്നാൽ ഇപ്പോൾ പലരും തൂവാനത്തുമ്പികൾ ഒരുപാട് ആഘോഷിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മളൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ല, അതിന് ഒരടി മേളിലാണ് എൻ്റെ മനസ്സിൽ നിന്ന് നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകളിൽ ആസ് എ റൊമാൻറ്റിക് മൂവി ഞാൻ കാണുന്നത്. ഇതെങ്ങനെയാണ് ഇദ്ദേഹം അന്നത്തെ കാലത്ത് ഈ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ക്യാമറാമാൻ വേണുവിൻ്റെ ഇൻ്റർവ്യൂസ് ഞാൻ വളരെ കെയർഫുള്ളി കാണാറുണ്ട്, പ്രത്യേകിച്ച് പത്മനാഭൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ. ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് ആ ലോറിയിൽ അദ്ദേഹം വരുമ്പോൾ ഉള്ള ജോൺസൺ മാഷിൻ്റെ പാശ്ചാത്തല സംഗീതമാണ്. അതാണ് അതിലെ റൊമാൻറ്റിക് ഇത് തന്നെ. അതിൽ തന്നെ സെറ്റാണ്. ഒരു ലോറി ഇങ്ങനെ വരുന്നു, അതിൻ്റെ ചുറ്റുമുള്ള മരങ്ങളും, അല്ലെങ്കിൽ രാത്രിയാണ് ലോറി ഇങ്ങനെ തണുത്ത കാറ്റായിട്ട് ഇങ്ങനെ ഈ ഡ്രൈവർ വരുന്ന ഡ്രൈവർ സോളമനാണ്. അവിടെ തുടങ്ങുന്ന ഒരു സഞ്ചാരമാണ് ആ ചിത്രം. അവിടെ വന്ന് രാത്രി ഇരുന്ന് ദോശ ചുട്ട് കൊടുക്കുന്ന അമ്മ, കവിയൂർ പൊന്നമ്മയുടെ കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മലയാളി മനസ്സുകളിൽ അന്ന്, കാരണം ഇന്നൊക്കെ അമ്മ വേഷങ്ങൾ 3-4 സീൻസിലൊക്കെ ഉള്ളൂ. അന്നത്തെയൊക്കെ അമ്മ വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്താണ്. അത് കവിയൂർ പൊന്നമ്മ വളരെ മികച്ച രീതിയിൽ ചെയ്തൊരു കഥാപാത്രമാണ്. അവിടുന്ന് അയാൾ രാത്രി കിടന്ന് ഉറങ്ങുന്നു, രാവിലെ എണീക്കുമ്പോൾ തൊട്ടേ കഥയിലേക്ക് കയറുകയാണ്. രാവിലെ എണീക്കുമ്പോൾ ഡോർ ഈ അപ്പുറത്ത് നിന്ന് കിളയ്ക്കുന്ന അല്ലെങ്കിൽ തടി ഇങ്ങനെ തട്ടുന്ന സോഫിയെ കണ്ടുകൊണ്ടാണ് പുള്ളിയുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ. അവിടെ നിന്നുള്ള ഒരു പത്മനാഭൻ സാറിൻ്റെ എപ്പോഴും ഉള്ള ഒരു വലിയ ഗുണം അതാണ്. ആദ്യമേ ആ കഥയിലേക്ക് അങ്ങ് കയറിയിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങത്തില്ല. ഇടയ്ക്കൊക്കെ പുള്ളി കുറച്ച് കോമഡി സീൻസും ഒക്കെ കാണിച്ചു പോയാലും നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് പുറത്തിറങ്ങില്ല. അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു 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 സബ്ജക്റ്റാണ് നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. ഇതിൽ പ്രണയത്തിൻ്റെ ഒരു തീവ്രത, ഇതിപ്പം നമ്മൾ നിൽക്കുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ എല്ലാ കാലത്തും പ്രണയത്തിന് പുറമെ എല്ലാവരും പല കാര്യങ്ങളും പറയുമെങ്കിലും വേറെ ചില സ്വാർത്ഥമായ ചില ലക്ഷ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതിൽ രണ്ടാനച്ഛനാൽ സ്പോയിൽ ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി, അത് അവളെങ്ങനായി എന്നുള്ളത് പുള്ളിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. പുള്ളി കൊടുത്ത വാക്ക്, അല്ലെ പുള്ളിക്ക് സോഫിയോടുള്ള ഇഷ്ടം എന്ന് പറയുന്ന ആ ജെന്യൂനിറ്റിയിൽ പുള്ളി ഉറച്ചു നിൽക്കുകയും ക്ലൈമാക്സിൽ ഒരു കിളിക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന പോലെ സോഫിയെ കൊണ്ടുപോയി അതിന് അമ്മയുടെ കവിയൂർ പൊന്നമ്മയുടെ പുഞ്ചിരിച്ചുകൊണ്ടുള്ള ഒരു അനുവാദവും ഒക്കെ കാണുക എന്ന് പറയുന്നത്, അത് അന്നങ്ങനെ ചിന്തിച്ചെടുക്കുക എന്ന് പറയുന്നത് പത്മനാഭൻ സാറിനെ കൊണ്ട് മാത്രം പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സാധാരണ അന്നുള്ള എക് ദുജെ കെ ലിയെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല വലിയ റൊമാൻറ്റിക് സിനിമകൾ നോക്കിയാലും ഇത്തരത്തിൽ ചിന്തിക്കാൻ 95% പേരും എക് ദുജെ കെ ലിയെ പോലുള്ള പ്രണയസങ്കല്പങ്ങളെ ചിന്തിക്കുള്ളൂ. 4-5% ആൾക്കാരെ പത്മനാഭൻ സാറിനെ പോലെ ചിന്തിച്ചിട്ട് ഇങ്ങനെ ഒരു പ്ലേസ്മെന്റ് പറ്റുള്ളൂ. നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ ആ ബൈബിൾ ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള റൊമാൻറ്റിക് തിങ്, ശാലുമോൻ്റെ സോങ്സിൽ പറയുന്ന പോലെ എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രശസ്തമായ ഡയലോഗ്, ഞാനത് പറഞ്ഞ് കുളമാക്കുന്നില്ല, പക്ഷെ അത് പത്മനാഭൻ സാറിൻ്റെ മകനൊക്കെ പറയുന്ന അച്ഛൻ എങ്ങനെ പറഞ്ഞു കൊടുത്തോ അതുപോലെയാണ് മോഹൻലാൽ അവിടെ നിന്ന് റെൻഡർ ചെയ്ത ആ ഡയലോഗ് എന്നാണ് പറയുന്നത്. അതിൽ ആ ഒരു സീനിന് വേണ്ടിയിട്ട് എടുത്തതല്ല ബൈബിൾ. അതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ആ ഡയലോഗ് തുടങ്ങുന്നത് തന്നെ എങ്ങനെയല്ലേ, പിന്നെ മുന്തിരിത്തോപ്പുകൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അത് ബൈബിളിൽ വായിച്ചിട്ടുണ്ട് എന്ന് പറയാം. ബൈബിളിലെ പോലെ ഇത് സോളമൻ്റെ മുന്തിരിത്തോപ്പുകൾ, ബൈബിളിലെ മുന്തിരിത്തോപ്പുകളല്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഡയലോഗിലേക്ക് കയറുന്നത്. അപ്പോൾ സോളമൻ്റെ മുന്തിരിത്തോപ്പുകൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇല്ല കണ്ടിട്ടില്ല, അത് അവിടെ വൈൻയാർഡ്സ് ആണോ എന്ന് ചോദിച്ചിട്ട് തുടങ്ങുമ്പോൾ ആ റൊമാൻറ്റിക് മ്യൂസിക് വരികയും ഇവർ ആ ഡയലോഗിലേക്ക് കയറുകയും അവിടുന്നാണ് അവർ ഫസ്റ്റ് കൊളുത്തിയിടുന്നത്. എന്നിട്ട് ബാക്കിയുള്ള വരികൾ ബൈബിളിൽ തന്നെ പോയി വായിക്കൂ എന്ന് പറയുന്നു. അവിടുന്ന് ബൈബിളിൻ്റെ ഒരു പ്രസൻസ് സ്റ്റോപ്പ് ആവുന്നില്ല.
അത് കഴിഞ്ഞിട്ട് പിന്നീടും അങ്ങോട്ട് അവർ പോകുമ്പോൾ വിനീത് ചോദിക്കും, എന്തോ ഈ ശാശി ഇഷ്യൂ നിങ്ങൾ പറയുന്നതെന്നൊക്കെ പറയും. അപ്പോൾ അതിൽ തന്നെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സീനിൽ രണ്ടാനച്ഛൻ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് ഇയാൾക്ക് ഒരു ദൂത് ഹംസമായ വിനീതിൻ്റെ കൊടുത്തു വിടുന്നു. അത് കഴിഞ്ഞ് അവിടെ നോക്കുമ്പോൾ പുള്ളി ഇത് വായിച്ച് നോക്കിയിട്ട് ഇതെടുക്കുമ്പോൾ പറയുന്നത് ആ വാചകങ്ങൾ എനിക്കറിയില്ല ആരാ ഷാരിക്ക് വേണ്ടി ഡബ് ചെയ്തതെന്ന്. അവരുടെ ആ വോയിസിൽ കൂടെ വരുമ്പോൾ എൻ്റെ പ്രിയനെ നിങ്ങളവിടെ കണ്ടോ, ഇവിടുത്തെ ജെറുസലേം പട്ടാളം ഇവർ എന്നെ അടിമയായിട്ട് വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയലോഗ് എന്ന് പറയുമ്പോഴൊരു രോമാഞ്ചം വരെയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വലിയൊരു ഒരു പാക്കേജാണ് നമുക്ക് ഓർക്കാൻ മുന്തിരിത്തോപ്പോൾ. ഇതിനൊപ്പം തന്നെ പറയേണ്ട ഈ വിനീതിൻ്റെ കഥാപാത്രത്തിലേക്ക് വന്നാൽ നമ്മളെല്ലാം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വല്ലിച്ചൻ്റെ മോന്, അല്ലെ ചിറ്റമ്മൻ്റെ മോന്, അമ്മാവൻ്റെ മോനെ അല്ലെ മോളെന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു ഫ്രണ്ട്ഷിപ്സ്, വിനീതുമായിട്ടുള്ള ഇയാളുടെ ഒരു അറ്റാച്ച്മെൻറ്റും അല്ലെ ഇങ്ങനെയുള്ള അയലോകത്തെ പെൺപിള്ളേരെ കുറിച്ചുള്ള ഡിസ്കഷനും, എന്നിട്ട് ഇവൻ മൈസൂരിൽ എല്ലാം ഉണ്ടാകുന്ന കുറേ തമാശകളും, അതെല്ലാം ഇതൊരിക്കലും നമുക്ക് ഇതെന്തിനാ ഇത് ആഡ് ചെയ്തെന്ന് തോന്നത്തില്ല. അതാണ് അത് ഫാമിലിക്ക് തന്നെ ഒരുമിച്ച് കണ്ട് ചിരിക്കാവുന്ന രീതിയിലുള്ള തമാശകളായിരുന്നു എന്ന് പത്മനാഭ. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ബ്ലസ്സി സംവിധായകനായപ്പോഴും, ബ്ലസ്സി ഇപ്പോൾ തന്മാത്ര അല്ല ഇതൊക്കെ ചെയ്ത സമയത്ത് തന്മാത്ര കണ്ടിട്ട് വന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ പടമൊക്കെ കൊള്ളാം, പക്ഷേ ആദ്യത്തെ ആ കുറേ മോഹൻലാൽ നോർമലായിട്ടൊക്കെ ഇരിക്കുന്ന സീക്വൻസ് കുറേ കൂടെ ഒക്കെ ഒരു എൻ്റർടൈനിങ് ചെയ്യേണ്ടതായിരുന്നു. എന്നിട്ട് സ്വയം പറയാണ്, ഇപ്പോൾ പത്മനാഭ സാറിനെ അസിസ്റ്റ് ചെയ്തതാണ് ബ്ലസ്സി. അപ്പോൾ അതിൽ നിന്നൊക്കെ കണ്ടിട്ട് ആ സ്ഥലത്തൊക്കെ മൂന്നാം പക്കത്തിലും കുറേ തമാശകളൊക്കെ ഉണ്ട്, അതുപോലൊക്കെ തമാശയായിട്ട് പിന്നെ ഇതിൽ കയറിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം ഞാനൊന്നും പറ്റിയില്ല. എന്നിട്ട് പുള്ളി ഇങ്ങനെ നിർത്തിയിട്ട് പറയാം, പത്മനാഭ സാറിനെ വെച്ച് കമ്പയർ ചെയ്താൽ ഞാൻ മണ്ടൻ. അങ്ങനെയാണ് ആ ഒരു പ്രേക്ഷകന നിലയിൽ ആ സുഹൃത്തിൻ്റെ ഒരു ഹോണസ്റ്റ് ഒപ്പീനിയൻ ആയിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ പിന്നെ സോഷ്യൽ സെറ്റയറിൽ നിൽക്കുന്ന ഓരോ കാര്യങ്ങൾ, ഞാൻ ഇതിൻ്റെ തിരക്കഥ വായിക്കുമ്പോഴും നമുക്ക് ഇതേ പഞ്ച് കിട്ടും. ഇപ്പോൾ രണ്ടാമത് ഈ തിലകൻ്റെ എതിർപ്പും ഒക്കെ കഴിഞ്ഞിട്ട് ആലോചിച്ച് ചെല്ലും, തിലകനെ ഇവരെ ഇൻസൾട്ട് ചെയ്ത് വിടും. അത് കഴിഞ്ഞിട്ടുള്ള സോളമൻ്റെ വരവ് എന്ന് പറയുന്ന തിരക്കഥയിൽ വായിക്കുമ്പോൾ വെള്ള ഗേറ്റ്, പെയിൻ്റ് അടിച്ച വെള്ള ഗേറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സോളമൻ, പരുക്കൻ വേഷം എന്നാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ പിന്നെ രണ്ടാമത് നമ്മൾ സിനിമ കാണുമ്പോൾ മോഹൻലാൽ ജീൻസും ജാക്കറ്റും ഒക്കെ ഇട്ട് ആ 26ാമത്തെ വയസ്സിൻ്റെ പവറിലിങ്ങനെ നിൽക്കുകയാണ്. ഇനി ലാലേട്ടനിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അല്ലാതെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല. ഇപ്പം അശോകനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ജയറാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവർ റഹ്മാനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇവരെല്ലാം പത്മനാഭ സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അതിൽ റഹ്മാനൊക്കെ അന്നത്തെ ചോക്ലേറ്റ് ഹീറോ അല്ലെ റൊമാൻറ്റിക് ഹീറോ ആണ്. എന്തുകൊണ്ട് സോളമനായിട്ട് റഹ്മാനെ കാസ്റ്റ് ചെയ്യില്ല? ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിവിനെ ഇടിച്ചകത്ത് കണ്ടിട്ട് പറയല്ല. ഈ ക്യാരക്ടറിന് ലാലേട്ടൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു പൗരുഷം കൂടെയാണ് അതിൻ്റെ കൂടെ വരുന്നത്. പൗരുഷം എന്താണെന്നുള്ളതും ചർച്ചയാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഈ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പൗരുഷം ആ കഥാപാത്രത്തിന് കൊടുക്കാൻ കഴിഞ്ഞത് അതിൽ മീശുവരിച്ചാൽ നിൽക്കുന്നത്. പിന്നീട് ഇപ്പം മീശുവരിക്ക് വേറെ അർത്ഥമാണ്. പക്ഷെ അന്ന് ആ സിനിമയിൽ ഗാന്ധി സെക്കൻഡ് സ്ട്രീറ്റിലും രാജാവിൻ്റെ മുതലിലും പിരിച്ച് അതേ മീശ നമുക്ക് ഓർക്കാൻ മുതിർത്തോപ്പുകളിലും പിരിച്ച് തന്നെയാണ് വെക്കുന്നത്. പക്ഷെ അതിൽ എന്തിനും പോകുന്ന ഒരു ആളെന്നുള്ള രീതിയിൽ പക്വത വന്ന ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ടാണ് മോഹൻലാലിനെ അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ജസ്റ്റ് ബ്രില്യൻ. അങ്ങനെ ഒരു കഥാപാത്രം എൻ്റെ ഓർമ്മയിലുണ്ട് സത്യം പറഞ്ഞ. ഇംഗ്ലീഷ് സിനിമയിലോ അല്ലെങ്കിൽ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ ഹീറോയിക് സിനിമകളിൽ ഇങ്ങനെ നായികയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ തട്ടുപൊളിപ്പൻ സിനിമകൾ കൊണ്ടുണ്ട്. പക്ഷേ ഇതിൽ മാത്രമാണ് അത് വന്നിട്ടുള്ളത്. നമുക്ക് വർഗമുന്തിരിത്തോപ്പുകളെ കുറിച്ച് പറയുമ്പം വിട്ടുപോകാൻ പാടില്ലാത്തൊരു പേരാണ് കെ സുധാകരൻ എന്ന നോവലിസ്റ്റ്. ഒരു വെള്ളിയാഴ്ചയുടെ ഓർമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കഥയിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തിരക്കഥയും സംവിധാനവും സംഭാഷണവും ഒക്കെ പത്മനാഭൻ സാറ് പിന്നീട് ക്രിയേറ്റ് ചെയ്തത്. ഇതിൽ കേട്ടറിഞ്ഞൊരു സംഭവം പറയാം. വളരെ രസകരമായൊരു സംഭവമാണ്. ഇതിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ച് പ്രൊഡ്യൂസർമാർക്ക് ഒരു വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇവരിത് പറയുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒന്നെങ്കിൽ സോഫിയയുടെ കഥാപാത്രം ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ സോളമൻ പോൾ പൈലോക്കാരനെ കൊന്നിട്ട് ജയിലിൽ പോകണം. ഈ ഒരു ക്ലൈമാക്സ് ഇവർക്ക് പ്രൊഡ്യൂസർമാർക്ക് സ്വീകാര്യമായിരുന്നില്ല. പത്മനാഭ സാറിന് ഇത് ഒട്ടും സ്വീകാര്യമായിരുന്നില്ല. ഈ സിനിമ നടക്കുകയാണെങ്കിൽ ഇതിങ്ങനെ നടക്കുകയുള്ളൂ എന്നുള്ള സ്റ്റാൻഡിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിന്നു. അതാണ് അദ്ദേഹത്തിന് ആ സിനിമയോടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്കിനോടുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 6 മാസത്തോളം അവർ ഇതിനു വേണ്ടി കാത്തിരുന്നിട്ട് അവസാനം പത്മനാഭ സാറിൻ്റെ കോൺഫിഡൻസിന് വഴങ്ങുമായിരുന്നു. പിന്നീട് നടന്ന ചരിത്രമാണ്. ആദ്യത്തെ ആഴ്ചത്തെ റെസ്പോൺസ് കണ്ടിട്ട് അദ്ദേഹത്തിനെ തേടി നിർമ്മാതാക്കളടക്കം സമാനപതികളുമായി വന്നു എന്നാണ് നമ്മളിത് കേട്ടിട്ടുള്ളത്. അതുതന്നെയാണ് ആ സിനിമയ്ക്കുള്ള ഏറ്റവും വലിയൊരു അംഗീകാരം. ഇന്നും അത് ലെജൻഡായിട്ടും ക്ലാസിക്കായിട്ടും നിൽക്കുന്ന, യൂട്യൂബിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 3-4 ഈ ഫുൾ സിനിമയുടെ വീഡിയോസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ വ്യൂവേഴ്സ് ഇതെല്ലാ വീഡിയോയ്ക്കും മില്യൺ വ്യൂവേഴ്സാണ്. അതുതന്നെയാണ് സിനിമയുടെ പ്രത്യേകത.